ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-6 അധ്യായങ്ങൾ നമുക്കിന്ന് മനസ്സിലാക്കാം. 5-ാം അധ്യായത്തിൽ ആകെ 26 വാക്യങ്ങളും 2 ശീർഷകങ്ങളുമാണുള്ളത്. ആദ്യത്തെ ശീർഷകം ക്രിസ്തീയ സ്വാതന്ത്ര്യം, രണ്ടാമത്തെ ശീർഷകം ജഡത്തിൻ്റെ വ്യാപാരങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളും. ആദ്യത്തെ ശീർഷകം ക്രിസ്തീയ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യത്തിലേക്കാണ് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. അടിമത്തത്തിൻ്റെ നുകത്തിനെ നിങ്ങൾ ഇനിയും വിധേയരാകരുത് എന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാരോട് പറയുന്നുണ്ട്. പരിച്ഛേദനത്തെ വിശുദ്ധ പൗലോസ് ശ്ലീഹ ഈ അധ്യായത്തിലും എതിർക്കുന്നുണ്ട്. പരിച്ഛേദനം സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനും നിയമം മുഴുവൻ പാലിക്കുവാൻ കടപ്പെട്ടവനാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമില്ല എന്നും സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് സുപ്രധാനമെന്നും ശ്ലീഹ അവരോട് പറയുന്നു. നിങ്ങൾ സത്യത്തെ അനുസരിക്കുവിൻ. എൻ്റെ വീക്ഷണത്തിൽ നിന്നും വ്യത്യസ്തമായി യാതൊന്നും നിങ്ങൾ ചിന്തിക്കുകയില്ല എന്ന് കർത്താവിൽ എനിക്ക് നിങ്ങളെക്കുറിച്ച് ഉത്തമ വിശ്വാസമുണ്ട് എന്ന് ശ്ലീഹ പറയുന്നു. നിങ്ങളിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നത് ആര് തന്നെയായാലും അവർക്ക് തക്ക ശിക്ഷ ലഭിക്കുമെന്നും വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാരോട് പറയുന്നു. 13-ാം വാക്യത്തിൽ സഹോദരരെ എന്ന് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ പൗലോസ് ശ്ലീഹ അവരോട് പറയുന്നുണ്ട്, സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അത് ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യമായി നിങ്ങൾ കരുതരുത്. പ്രത്യുത സ്നേഹത്തിലൂടെ ദാസന്മാരെ പോലെ പരസ്പരം സേവിക്കുവിൻ. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ഒരേ ഒരു കൽപ്പനയിൽ നിയമം മുഴുവൻ അടങ്ങിയിരിക്കുന്നുവെന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ അവരോട് പറയുന്നു. അടുത്ത ശീർഷകം ജഡത്തിൻ്റെ വ്യാപാരങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളും. ശ്ലീഹ അവരോട് പറയുന്നു, നിങ്ങൾ ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്. ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. ഇവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം നിങ്ങൾ ആഗ്രഹിക്കുന്നവ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാതെ വരുന്നുവെന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ അവരോട് പറയുന്നു. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ ഇവയാണ്: 1 വ്യഭിചാരം, 2 അശുദ്ധി, 3 ദുർവൃത്തി, 4 വിഗ്രഹാരാധന, 5 ആഭിചാരം, 6 ശത്രുത, 7 കലഹം, 8 അസൂയ, 9 കോപം, 10 മാത്സര്യം, 11 ഭിന്നത, 12 വിഭാഗീയ ചിന്ത, 13 വിദ്വേഷം, 14 മദ്യപാനം, 15 മധുരോത്സവം. ഇത്തരം ജഡിക പാപങ്ങളിൽ വീഴുന്നവർ ദൈവരാജ്യം കൈവശമാക്കുകയില്ല എന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ അവർക്ക് താക്കീത് നൽകുന്നു. ജഡിക പാപങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഗലാത്യ 5-ാം അധ്യായം 22 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ പരിശുദ്ധാത്മാവിൻ്റെ 9 ഫലങ്ങളെക്കുറിച്ച് പറയുന്നു. അവ ഇവയാണ്: 1 സ്നേഹം, 2 ആനന്ദം, 3 സമാധാനം, 4 ക്ഷമ, 5 ദയ, 6 നന്മ, 7 വിശ്വസ്തത, 8 സൗമ്യത, 9 ആത്മസംയമനം. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല എന്ന് ശ്ലീഹ പറയുന്നു. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. നിങ്ങൾ പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥാഭിമാനികളും ആകരുത് എന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാരോട് പറയുന്നു. ഇനി നമുക്ക് ഈ അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: ഗലാത്യ 5:1 പ്രകാരം എന്തിലേക്കാണ് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചത്? ഉത്തരം: സ്വാതന്ത്ര്യത്തിലേക്ക്. അടുത്ത ചോദ്യം: സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചതുകൊണ്ട് നിങ്ങൾ എപ്രകാരം നിൽക്കുവിൻ എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: സ്ഥിരതയോടെ. അടുത്ത ചോദ്യം: ക്രിസ്തു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ മോചിപ്പിച്ചതുകൊണ്ട് എന്തിനെ ഇനിയും നിങ്ങൾ വിധേയരാകരുതെന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: അടിമത്തത്തിൻ്റെ നുകത്തിനെ. അടുത്ത ചോദ്യം: നിങ്ങൾ ഡേഷ് സ്വീകരിക്കുന്നെങ്കിൽ ക്രിസ്തു നിങ്ങൾക്ക് ഒന്നിനും പ്രയോജനപ്പെടുകയില്ല. ഉത്തരം: പരിച്ഛേദനം. 5-ാമത്തെ ചോദ്യം: പരിച്ഛേദനം സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനോടും ശ്ലീഹ വീണ്ടും ഉറപ്പിച്ചു പറയുന്നത് എന്ത്? ഉത്തരം: അവൻ നിയമം മുഴുവൻ പാലിക്കാൻ കടപ്പെട്ടവനാണ്. 6-ാമത്തെ ചോദ്യം: എന്തു നിങ്ങൾ കരുതുന്നുവെങ്കിലാണ് ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നതായി ശ്ലീഹ പറയുന്നത്? ഉത്തരം: നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നുവെങ്കിൽ. അടുത്ത ചോദ്യം: നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നുവെങ്കിൽ എന്തിൽ നിന്നും നിങ്ങൾ വീണു പോവുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: കൃപാവരത്തിൽ നിന്ന്. അടുത്ത ചോദ്യം: ഞങ്ങളാകട്ടെ ഡേഷ് വഴി നീതി ലഭിക്കുമെന്ന പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. ഉത്തരം: പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി. അടുത്ത ചോദ്യം: യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സുപ്രധാനമായത് എന്ത്? ഉത്തരം: സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസം. അടുത്ത ചോദ്യം:
ഡാഷ് അനുസരിക്കുന്നതിൽ നിന്നും നിങ്ങളെ തടഞ്ഞത് ആരാണ് എന്നാണ് ശ്ലീഹ ചോദിക്കുന്നത്. ഉത്തരം സത്യത്തെ അനുസരിക്കുന്നതിൽ നിന്നും. 11ാമത്തെ ചോദ്യം, നിങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നവൻ ആരു തന്നെയായാലും അവനെ ഡാഷ് ലഭിക്കും. ഉത്തരം ശിക്ഷ. 12ാമത്തെ ചോദ്യം, അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നു. വാക്യം എഴുതുക. ഉത്തരം ഗലാത്യ 5:9. 13ാമത്തെ ചോദ്യം, സഹോദരരെ, ഞാൻ ഇനിയും എന്തു ചെയ്യുന്നുവെങ്കിൽ എന്തിനാണ് ഞാൻ ഇപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നത് എന്നാണ് ശ്ലീഹ ചോദിക്കുന്നത്. ഉത്തരം പരിച്ഛേദനത്തിന് അനുകൂലമായി പ്രസംഗിക്കുന്നുവെങ്കിൽ. അടുത്ത ചോദ്യം, ഞാൻ ഡാഷിന് അനുകൂലമായി പ്രസംഗിച്ചിരുന്നെങ്കിൽ കുരിശിൻ്റെ പേരിലുള്ള ഇടർച്ച ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ശ്ലീഹ പറയുന്നത്. ഉത്തരം പരിച്ഛേദനത്തിന് അനുകൂലമായി. അടുത്ത ചോദ്യം, സഹോദരരെ, എന്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് ശ്ലീഹ പറയുന്നത്. ഉത്തരം സ്വാതന്ത്ര്യത്തിലേക്ക്. 16ാമത്തെ ചോദ്യം, സ്നേഹത്തോടു കൂടെ ഡാഷിനെ പോലെ പരസ്പരം സേവിക്കുവിൻ. ഉത്തരം ദാസരെ പോലെ. അടുത്ത ചോദ്യം, ഏതു കൽപ്പനയിൽ നിയമം മുഴുവൻ അടങ്ങിയിരിക്കുന്നുവെന്നാണ് ശ്ലീഹ പറയുന്നത്. ഉത്തരം നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. 18ാമത്തെ ചോദ്യം, ഡാഷിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ എന്നാണ് ശ്ലീഹ പറയുന്നത്. ഉത്തരം ആത്മാവിൻ്റെ പ്രേരണ. അടുത്ത ചോദ്യം, ഡാഷിനെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് എന്നാണ് ശ്ലീഹ പറയുന്നത്. ഉത്തരം ജഡമോഹങ്ങളെ. അടുത്ത ചോദ്യം, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ഡാഷിന് എതിരാണ്. ഉത്തരം ജഡത്തിന്. 21ാമത്തെ ചോദ്യം, അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നവ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ഏവ. ഉത്തരം ജഡമോഹങ്ങളും ആത്മാവിൻ്റെ അഭിലാഷങ്ങളും. 22ാമത്തെ ചോദ്യം, ഡാഷ് നിങ്ങളെ നയിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴല്ല. ഉത്തരം ആത്മാവ്. 23ാമത്തെ ചോദ്യം, ജഡത്തിൻ്റെ വ്യാപാരങ്ങളിൽ 4ാമതായി പറയുന്നത് എന്താണ്? ഉത്തരം വിഗ്രഹാരാധന. 24ാമത്തെ ചോദ്യം, ജഡത്തിൻ്റെ വ്യാപാരങ്ങളിൽ 9ാമതായി പറയുന്നത് എന്താണ്? ഉത്തരം കോപം. അടുത്ത ചോദ്യം, ഏത് പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവരാണ് ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ശ്ലീഹ പറയുന്നത്? ഉത്തരം ജഡത്തിൻ്റെ വ്യാപാരങ്ങളിൽ. അടുത്ത ചോദ്യം, ആത്മാവിൻ്റെ ഫലങ്ങളിൽ 3ാമതായി പറയുന്നത് എന്താണ്? ഉത്തരം സമാധാനം. 27ാമത്തെ ചോദ്യം, ഗലാത്യ 5-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ ആത്മാവിൻ്റെ എത്ര ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം 9 ഫലങ്ങൾ. 28ാമത്തെ ചോദ്യം, യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ എന്തിനോടുകൂടെയാണ് ക്രൂശിച്ചിരിക്കുന്നത്? ഉത്തരം വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ. 29ാമത്തെ ചോദ്യം, നാം എപ്രകാരം ആകാതിരിക്കട്ടെ എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം 1 പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും, 2 അസൂയപ്പെടുന്നവരും, 3 വ്യർത്ഥാഭിമാനികളും. 30ാമത്തെ ചോദ്യം, ഗലാത്യ 5:14 സമാനമായ പഴയ നിയമഭാഗം ഏത്? ഉത്തരം ലേവ്യർ 19:18. ഇനി നമുക്ക് അവസാന അധ്യായമായ 6-ാം അധ്യായത്തിലേക്ക് കടക്കാം. ഈ അധ്യായത്തിൽ ആകെ 18 വാക്യങ്ങളും 2 ശീർഷകങ്ങളുമാണുള്ളത്. ആദ്യത്തെ ശീർഷകം പരസ്പരം സഹായിക്കുക, രണ്ടാമത്തെ ശീർഷകം അന്തിമ നിർദ്ദേശങ്ങൾ. പരസ്പരം സഹായിക്കുക എന്ന ശീർഷകത്തിന് കീഴിൽ ശ്ലീഹ അവരോട് പറയുന്നുണ്ട്, ഒരുവൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായി നിങ്ങൾ സൗമ്യതയോടെ അവനെ വീണ്ടെടുക്കണം. അപ്പോൾ നിങ്ങളും പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ എന്ന് ശ്ലീഹ പറയുന്നു. പരസ്പരം ഭാരം വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കുവിൻ എന്ന് ശ്ലീഹ പറയുന്നു. ഒരുവൻ തനിക്ക് ഒന്നുമില്ലാതിരിക്കെ താൻ എന്തെങ്കിലും ആണെന്ന് ഭാവിക്കുന്നുവെങ്കിൽ അവൻ തന്നെ വഞ്ചിക്കുന്നുവെന്ന് ശ്ലീഹ പറയുന്നു. ഓരോരുത്തരും സ്വന്തം ഭാരം വഹിച്ചേ മതിയാവൂ. നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാൻ ആവില്ല എന്നും ശ്ലീഹ അവരോട് പറയുന്നു. മനുഷ്യർ വിതയ്ക്കുന്നത് മാത്രമേ കൊയ്യൂ. 8-ാം വാക്യം ഇങ്ങനെ പറയുന്നു, എന്തെന്നാൽ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും, ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. ഗലാത്യ 6-ാം അധ്യായം 8-ാം വാക്യം. തുടർന്ന് ശ്ലീഹ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതിരിക്കട്ടെ. മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം നിങ്ങൾക്ക് വിളവെടുക്കാം. നമുക്കും സകല മനുഷ്യർക്കും വേണ്ടി, പ്രത്യേകിച്ച് വിശ്വാസത്താൽ ഒരേ കുടുംബത്തിലെ അംഗങ്ങളായവർക്ക് വേണ്ടി നന്മ ചെയ്യാം. അടുത്ത ശീർഷകം അന്തിമ നിർദ്ദേശങ്ങൾ. എൻ്റെ സ്വന്തം കൈപ്പടയിൽ എത്ര വലിയ അക്ഷരങ്ങളിലാണ് ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നതെന്ന് നോക്കൂ എന്ന് ശ്ലീഹ അവരോട് പറയുന്നു. ശാരീരികമായ ബാഹ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ് നിങ്ങളെ പരിച്ഛേദനത്തിന് നിർബന്ധിക്കുന്നത്. എന്നാൽ പരിച്ഛേദനം സ്വീകരിച്ച അവർ പോലും നിയമം അനുസരിക്കുന്നില്ല എന്നും ശ്ലീഹ അവരോട് പറയുന്നു.
നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് മേന്മ ഭാവിക്കുന്നതിന് വേണ്ടിയാണ് അവർ നിങ്ങൾ പരിചിതരായി കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന് ശ്ലീഹ പറയുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും തനിക്ക് മേന്മ ഭാവിക്കാൻ ഇടയാകാതിരിക്കട്ടെ എന്ന് ശ്ലീഹ പറയുന്നുണ്ട്. പരിച്ഛേദനം നടത്തുന്നതിലോ നടത്താതിരിക്കുന്നതിലോ കാര്യമില്ല. ഒരു പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനമെന്ന് ശ്ലീഹ പറയുന്നു. ഈ നിയമം അനുസരിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ഇസ്രായേലിനെ സമാധാനവും കാരുണ്യവും ഉണ്ടാകട്ടെ എന്ന് ശ്ലീഹ അവരോട് പറയുന്നു. ഇനിമേൽ ആരും തന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്നും എന്തെന്നാൽ താൻ തൻ്റെ ശരീരത്തിൽ യേശുവിൻ്റെ അടയാളങ്ങൾ ധരിച്ചിരിക്കുന്നുവെന്നും ശ്ലീഹ പറയുന്നു. ശ്ലീഹായുടെ അപ്പസ്തോല ദൗത്യത്തിനിടയിൽ ശ്ലീഹയ്ക്ക് ഏൽക്കേണ്ടി വന്ന പീഡകളെക്കുറിച്ചാണ് ശ്ലീഹ അവിടെ വെളിപ്പെടുത്തുന്നത്. സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ശ്ലീഹ അവരെ ആശംസിക്കുന്നു. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഒരുവൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ എങ്ങനെ അവനെ വീണ്ടെടുക്കുവിൻ എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം, സൗമ്യതയോടെ. രണ്ടാമത്തെ ചോദ്യം, ആത്മീയരായി നിങ്ങൾ എന്ത് ശ്രദ്ധിച്ചുകൊള്ളുവിൻ എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം, പ്രലോഭിതരാകാതിരിക്കാൻ. മൂന്നാമത്തെ ചോദ്യം, പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് എന്താണ് പൂർത്തിയാക്കേണ്ടത്? ഉത്തരം, ക്രിസ്തുവിൻ്റെ നിയമം. നാലാമത്തെ ചോദ്യം, ഓരോ വ്യക്തിയും എന്ത് വിലയിരുത്തട്ടെ എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം, സ്വന്തം ചെയ്തികൾ. അഞ്ചാമത്തെ ചോദ്യം, ഓരോ വ്യക്തിയും സ്വന്തം ചെയ്തികൾ വിലയിരുത്തുക വഴി എന്തു മനസ്സിലാക്കുമെന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം, അപ്പോൾ അഭിമാനിക്കാനുള്ള വക അവനിൽ തന്നെയായിരിക്കും, മറ്റുള്ളവരിലായിരിക്കുകയില്ല എന്ന്. അടുത്ത ചോദ്യം, വചനം പഠിക്കുന്നവൻ തനിക്കുള്ള എന്തിൻ്റെ പങ്ക് തൻ്റെ അധ്യാപകന് നൽകണം? ഉത്തരം, എല്ലാ നല്ല വസ്തുക്കളുടെയും പങ്ക്. ഏഴാമത്തെ ചോദ്യം, നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട എന്ന് പറയുന്ന ശ്ലീഹ തുടർന്ന് പറയുന്നത് എന്താണ്? ഉത്തരം, ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. എട്ടാമത്തെ ചോദ്യം, ഗലാത്തിയ 6:8 എഴുതുക. ഉത്തരം, എന്തെന്നാൽ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും, ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. ഒൻപതാമത്തെ ചോദ്യം, ആത്മാവിനായി വിതയ്ക്കുന്നവൻ എന്താണ് കൊയ്തെടുക്കുക? ഉത്തരം, ആത്മാവിൽ നിന്ന് നിത്യജീവൻ. പത്താമത്തെ ചോദ്യം, നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ എന്ന് ശ്ലീഹ പറയുവാൻ കാരണമെന്ത്? ഉത്തരം, നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം. 11ാമത്തെ ചോദ്യം, ആകയാൽ നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നത് കൊണ്ട് ഡാഷിനും പ്രത്യേകിച്ച് ഡാഷിനാൽ ഒരേ കുടുംബത്തിൽ അംഗങ്ങളായവർക്ക് നന്മ ചെയ്യാം. ഉത്തരം, സകല മനുഷ്യർക്കും വിശ്വാസത്താൽ. അടുത്ത ചോദ്യം, എങ്ങനെയുള്ളവരാണ് പരിച്ഛേദനത്തിന് നിങ്ങളെ നിർബന്ധിക്കുന്നത് എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം, ശാരീരികമായ ബാഹ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവർ. 13ാമത്തെ ചോദ്യം, ഡാഷിനെ പ്രതി പീഡിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് പരിച്ഛേദന കർമ്മത്തിനെ നിർബന്ധിക്കുന്നവർ അങ്ങനെ ചെയ്യുന്നത് എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം, ക്രിസ്തുവിൻ്റെ കുരിശിനെ പ്രതി. 14ാമത്തെ ചോദ്യം, പരിച്ഛേദനം സ്വീകരിച്ച അവർ പോലും ഡാഷ് അനുസരിക്കുന്നില്ല. ഉത്തരം, നിയമം. 15ാമത്തെ ചോദ്യം, എന്നാൽ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് അവർക്ക് മേന്മ ഭാവിക്കാൻ കഴിയേണ്ടതിന് എന്താണ് അവർ ആഗ്രഹിക്കുന്നത്? ഉത്തരം, നിങ്ങളും പരിച്ഛേദരായി കാണാൻ അവർ ആഗ്രഹിക്കുന്നു. 16ാമത്തെ ചോദ്യം, എന്തിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ. 17ാമത്തെ ചോദ്യം, എന്താണ് പരമപ്രധാനമെന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം, പുതിയ സൃഷ്ടിയാവുക. 18ാമത്തെ ചോദ്യം, ഈ നിയമം അനുസരിച്ച് വ്യാപരിക്കുന്ന എല്ലാവർക്കും, അതായത് ദൈവത്തിൻ്റെ ഇസ്രായേലിനെ എന്തൊക്കെ ഉണ്ടാകട്ടെ എന്നാണ് ശ്ലീഹ കാംക്ഷിക്കുന്നത്? ഉത്തരം, സമാധാനവും കാരുണ്യവും. 19ാമത്തെ ചോദ്യം, ഇനിമേൽ ആരും എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് ശ്ലീഹ പറയുവാൻ കാരണമെന്ത്? ഉത്തരം, എന്തെന്നാൽ ഞാൻ എൻ്റെ ശരീരത്തിൽ യേശുവിൻ്റെ അടയാളങ്ങൾ ധരിക്കുന്നു. 20ാമത്തെ ചോദ്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഡാഷ് നിങ്ങളുടെ ആത്മാവിനോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ഉത്തരം, കൃപ. ഇതോടുകൂടെ 2026 നമ്മുടെ ലോഗോസ് ക്വിസിൻ്റെ പഠനഭാഗങ്ങൾ അവസാനിക്കുകയാണ്. എല്ലാവരും നന്നായി ബൈബിൾ വായിക്കുക, പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.